അഭിവന്ദ്യനായ അധ്യക്ഷൻ, വേദികളും സദസ്സിലും ഉപവിഷ്ടരായ സഹോദരന്മാരെ, ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ചരിത്ര സെമിനാറിൽ പങ്കെടുക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ്. ഏതായാലും ഈ ഒരു വീണ്ടും എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് രണ്ടാം തവണ എന്നെ ചരിത്ര സെമിനാറിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ രസികനായ എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞത്, ഒന്നാമത്തെ വട്ടം പോയപ്പോൾ നീ സംസാരിച്ച് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിന്നെ വീണ്ടും ക്ഷണിച്ചതെന്നാണ്. അപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു മ്യൂസിക് പരിപാടി നടന്നപ്പോ, ഒരു പാട്ട് പരിപാടി നടന്നപ്പോ, ഗാനമേള നടന്നപ്പോ ഒരു പാട്ട് പാടി ഒരു പ്രമുഖനായ പാട്ടുകാരൻ. അപ്പോ സദസ്സിൽ നിന്ന് വൺസ് മോർ എന്ന് പറഞ്ഞു, ഒരിക്കലും കൂടി പാടാൻ, ഒരേ പാട്ട് അയാൾ വീണ്ടും പാടി. വീണ്ടും സദസ്സിൽ നിന്ന് പറയാണ് വൺസ് മോർ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വേറൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, ഒന്നാമത്തെ പാട്ട് തന്നെ റെഡി ആയിട്ടില്ല, എന്നിട്ടാണ് രണ്ടാമത്തെ പാട്ട്. അപ്പോ അതുപോലെയല്ല ഈ രണ്ടാമത്തെ ക്ഷണം എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഉറൂസുകളോടനുബന്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഉറൂസുകൾ നടക്കുന്നുണ്ട്. ഉറൂസുകളോടനുബന്ധിച്ച് ഇത്തരത്തിൽ ചരിത്ര സെമിനാറുകൾ വളരെ കുറവാണ് എന്നതാണ് ഒരു വസ്തുത. മറ്റ് പല പരിപാടികളും നടക്കും, പക്ഷേ ചരിത്ര സെമിനാറും പൊതുവെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയെ, ഈ ചരിത്ര സെമിനാറിനെ ഞാൻ വേറിട്ടൊരു അനുഭവമായിട്ട് കാണുകയാണ്. ഒപ്പം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ ഉത്ബുദ്ധരായ സംഘാടകരോടുള്ള എന്റെ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. കാരണം ചരിത്രം എന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വേരുകളാണ്. നമ്മുടെ വേരുകളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഓർമ്മപ്പെടുത്തലുകൾ അത് എഴുത്തിലൂടെയും പറയലുകളിലൂടെയും എപ്പോഴും നടത്തേണ്ടത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചരിത്രം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് മിലൻ കുന്ദേരയുടെ പ്രസിദ്ധമായ വാചകമുണ്ട്, മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരമാണ് ചരിത്രം എന്ന് മിലൻ കുന്ദേര പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വർത്തമാനകാലത്തെ രൂപപ്പെടുത്തുന്നത് ഭൂതകാലത്തിന്റെ മൂലധനമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മാലിക് ബിൻ ദിനാറിന്റെ വരവടക്കം ഉള്ള എല്ലാ ചരിത്രവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേരുകളാണ്. ആ വേരുകളെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം തിരുത്താൻ വേണ്ടി ഔദ്യോഗികമായി ഗവൺമെന്റ് തന്നെ ആളുകളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിലുള്ള ചരിത്രമൊക്കെ തെറ്റാണ്, അതുകൊണ്ട് ഇങ്ങനെയല്ല എഴുതേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ചരിത്ര രചന നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചരിത്ര രചനയുടെ ഒരു പ്രത്യേകത, മിത്തുകളെ, കെട്ടുകഥകളെ ഒക്കെ തന്നെ ചരിത്രമാക്കുകയും ചരിത്രത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ചരിത്ര രചനയുടെ മറവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പണ്ഡിതനായ കെ എൻ പണിക്കർ പറയുന്നുണ്ട്, മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ, മിത്തും ചരിത്രവും രണ്ടാണ്, മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്ന് കെ എൻ പണിക്കർ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായും മിത്തുകളെയും ഇതിഹാസങ്ങളെയും കെട്ടുകഥകളെയും ഒക്കെ ചരിത്രമാക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. ഇപ്പൊ കേരളം എങ്ങനെ ഉണ്ടായി എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ പോലും പെട്ടെന്ന് വരുന്നൊരു ഉത്തരം പരശുരാമൻ പഴുവറിഞ്ഞ് ഉണ്ടായതാണ് എന്നുള്ളതായിരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിന്റെ ഒരു മാപ്പ്. ആ മാപ്പിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ഒരു മഴു എറിയുന്ന ഒരു പിക്ചറാണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, അങ്ങനെ എറിയുകയാണെങ്കിൽ താഴേക്ക് വരും, ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയും പോലെയാണ്. പക്ഷേ നമ്മുടെ ഈ കാസർഗോഡ് എറിഞ്ഞിട്ട് കന്യാകുമാരി എത്തണം, ആ ഒരു ഏറിനെ കുറിച്ചാണ്. ഇതേ എന്താ പറയാ, പരശുരാമൻ ഗോവയിൽ എറിഞ്ഞത് മുറമാണ്, ആസാമിൽ എറിഞ്ഞത് അരിയാണ്, പലയിടത്തിലും പലതും എറിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് സംസാരിക്കണം എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ചരിത്ര സെമിനാർ എന്നൊരു ടൈറ്റിലേ ഉള്ളൂ, ഇതിന്റെ ഒരു വിഷയം മുമ്പിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം, മാലിക് ദിനാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ ഈ ചരിത്രം തിരുത്തപ്പെടുന്ന ഈ കാലത്ത് പുതിയ പുതിയ വാദഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ചരിത്ര പണ്ഡിതനായ, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരിത്രകാരനായ MGS നാരായണന്റെ കേരള ചരിത്രത്തിന് ചില തിരുത്തുകൾ, കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന ഒരു പുസ്തകമുണ്ട്.
ആ പുസ്തകത്തിൽ MGS പറയുന്നത് 8-ാം നൂറ്റാണ്ടിന് മുമ്പ് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ്. ഹിജ്റ 12-ാം വർഷത്തിലാണ് ഈ പള്ളി അടക്കം സ്ഥാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MGS നാരായണൻ നമ്മുടെ ചരിത്ര കൗൺസിലിന്റെ ചെയർമാനായിരുന്നു. അറിയപ്പെടുന്ന ചരിത്രകാരനാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം വലിയ ഗവേഷകനാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന ഗവേഷണ പ്രബന്ധത്തിന്റെ ഉടമയാണ്, മറ്റുള്ള പലതുമാണ്. പക്ഷെ അദ്ദേഹം മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയിട്ടില്ല എന്നതിന് തെളിവായി അദ്ദേഹം കോട്ട് ചെയ്യുന്നത് വില്യം ലോഗനെയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ അദ്ദേഹം കൊടുത്ത ഒരു കോട്ടിംഗ് ആണ് ഉദ്ധരിക്കുന്നത്. ആ കോട്ടിങ്ങില് കേരളം സന്ദർശിച്ച ഒരു അറബ് സഞ്ചാരി 8-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ചപ്പോ കേരളത്തിൽ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയതായി വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ പറയുന്നത്. ഈ ഒരു കോട്ടിംഗ് എടുത്തുകൊണ്ടാണ് MGS 8-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ എത്തിയത് 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്, അദ്ദേഹം പിന്നീട് സൂചിപ്പിക്കാം. അപ്പോ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ഉദ്ധരിച്ച ആ അറബ് സഞ്ചാരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്രീസ് അല്ലെങ്കിൽ സുലൈമാൻ, ഈ 2 സഞ്ചാരികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പുകളുടെ അറബി പുസ്തകം നെതർലാൻഡിലെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനായ മഹ്മൂദ് കൂരിയ അതിന്റെ ഒറിജിനൽ വായിക്കുകയുണ്ടായി. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്, ആ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ആ പറയുന്ന സഞ്ചാരി കേരളത്തിൽ വന്നിട്ടേ ഇല്ല. അദ്ദേഹം പോയത് ആൻഡമാൻ ദ്വീപിലേക്കാണ്. ആൻഡമാൻ ദ്വീപിൽ ആ കാലത്ത് ഇസ്ലാം എത്തിയിട്ടില്ല, ശരിയാണ്. അപ്പോ അതോടുകൂടി MGSന്റെയും വില്യം ലോഗന്റെയും അടക്കമുള്ള ആ വാദഗതി ഒഴിയുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ വരുമ്പോ അറബികളായ അവർ ഒരിക്കലും തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് രാജാക്കന്മാർക്കോ മറ്റൊട്ടും അപരിചിതരായിരുന്നില്ല. അറബികൾ അതിനു മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ പോർച്ചുഗീസുകാര് 16-ാം നൂറ്റാണ്ടിൽ വരുമ്പോ, വാസ്കോ ഡ ഗാമ വരുമ്പോ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതിയ ഭൂമിയാണ്, ഒരു പുതിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവര് ട്രാൻസ്ലേഷൻ പോലും ഉപയോഗിക്കുന്നത്, കാരണം വാസ്കോ ഡ ഗാമയും സംഘവും വരുമ്പോ അവരുടെ സംഘത്തിൽ അറബി അറിയുന്ന ആളുകളുണ്ട്. അല്ലാതെ വാസ്കോ ഡ ഗാമ സംസാരിക്കുന്ന പോർച്ചുഗൽ നമ്മുടെ സാമൂതിരിക്ക് മനസ്സിലാവില്ല. അപ്പോ ആ സംഘത്തിലുള്ള അറബി അറിയുന്ന ആളുകൾ വാസ്കോ ഡ ഗാമ പറയുന്നത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സാമൂതിരിയുടെ പക്ഷത്തിരിക്കുന്ന അറബി അറിയുന്ന പണ്ഡിതന്മാർ അത് സാമൂതിരിക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പോ സാമൂതിരിയുടെ കാലത്തൊക്കെ ഇവിടെ ധാരാളം അറബ് പണ്ഡിതന്മാരുണ്ട്. ഞാനത് പിന്നീട് സൂചിപ്പിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. MGS പറയുന്ന ആ വാദമാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് നിങ്ങളും പലയിടത്തും കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാദഗതിയാണ്. പിന്നെ പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം എത്തി എന്ന് പറയുന്നത് കെട്ടുകഥയാണെന്ന വാദം. അപ്പൊ ഇതിന് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള അറബ് ഗ്രന്ഥങ്ങളാണ്. മാലിക് ബിൻ ദീനാറിന്റെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു മാലിക് രചിച്ച അരിസാലത്ത് ഫീ ളുഹൂരിൽ ഇസ്ലാം ദിയാമി മലൈബാർ എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട 10 പള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു പോർച്ചുഗീസുകാര് ഇവിടെ വരുമ്പോൾ ഒരു പുതുമയുള്ള ഒരു സമൂഹമായിരുന്നു എന്ന്. അതേസമയം കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നത്, അറബികൾ എന്നത് ഒരിക്കലും തന്നെ അവർക്കൊരു പുതിയ ആളുകളായിരുന്നില്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് അറബികൾ വരുന്നുണ്ട്. അവർ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജന വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും ഒക്കെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ കാബത്തിന് ഒരു കാലത്ത് ഉപയോഗിച്ച തൂൺ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തേക്കായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധം കേരളത്തിൽ അറബികൾക്കുണ്ട്. അപ്പൊ അവര് സാധാരണ ഇവിടെ വരുമ്പോ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടൽ മുറിച്ചല്ല അവർ വരുന്നത്, കപ്പല്. അങ്ങനെ വരുമ്പോ ഇങ്ങ് എത്താൻ കഴിയില്ല, വലിയ കാറ്റിലും കോളിലും വിട്ടുപോകാം. കടൽ തീരത്തു കൂടിയാണ് എന്ന് പറഞ്ഞാൽ കരയുടെ അടുത്ത ഭാഗത്തു കൂടിയാണ് അത് കപ്പലുകൾ വരുന്നത്. കപ്പലിലുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും ഒക്കെ തീർന്നു പോയാൽ അവര് സൈഡിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങും. അവിടുന്ന് വെള്ളവും മറ്റും ശേഖരിച്ച് വീണ്ടും വരികയാണ് ചെയ്യുന്നത് കേരളത്തിലേക്ക്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരുമ്പോ അവർക്ക് ഇവിടെ വരുമ്പോ പലപ്പോഴും ഇവിടുത്തെ സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോ കുരുമുളകിന്റെ സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ശേഖരിക്കേണ്ട സ്ഥലത്തുള്ള കുരുമുളകും മറ്റു വസ്തുക്കളും മറ്റു കച്ചവട സംഘങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ടാവും.
അങ്ങനെയാണ് ഏതെങ്കിലും. അപ്പൊ ഇവര് ഉടനെ ഞങ്ങൾ അടുത്ത വർഷം വരാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകല്ല ചെയ്യുന്നത്. അവർ ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. ഇവിടെ താമസിക്കുന്നു, അവർ ഇവിടുന്ന് കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഉള്ള എന്താ പറയാ, നമുക്ക് ഈ കോസ്റ്റൽ ഏരിയ കോഴിക്കോട് കുറ്റിച്ചിറ മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ പൊന്നാനി വരെയുള്ള പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ നമുക്ക് അതിന്റെ ഒരു പിൻഗാമികളെ കണ്ടെത്താൻ പറ്റും. അത് ബയോളജിക്കലായിട്ട് തന്നെ അതിന്റെ എന്താ പറയാ ഹൈറ്റ്, വെളുപ്പ്, കുറെ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ അറബ് വംശീയത ഉള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് ഇവിടെ തന്നെ വീടുകളിൽ താമസിക്കുന്നു, അവർ ഇവിടെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, അതിൽ മക്കൾ ഉണ്ടാവുന്നു. ഞാനിത് പറയുന്ന പ്രവാചകന് മുമ്പേ തുടങ്ങിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ രൂപപ്പെട്ട മലയാളി എന്ന് പറയാൻ പറ്റില്ല, അന്ന് മലയാളം ഒന്നും ഇല്ല കേട്ടോ. 8ാം നൂറ്റാണ്ടിലൊന്നും ഇവിടെ മലയാളം ഇല്ല. കാരണം മലയാള ഭാഷ ഉണ്ടായിട്ട് പോലും EM സമുദ്രിപ്പാട് പറയുന്നത് 750 വർഷമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ ഭാഷയിൽ പറയുന്നത് എന്ന പുസ്തകത്തിൽ പറയുന്നത്. MGS നാരായണൻ പറയുന്നത് 650 വർഷമാണ് മലയാള ഭാഷയുടെ പ്രായം. അതുകൊണ്ട് 8ാം നൂറ്റാണ്ടിലോ 6ാം നൂറ്റാണ്ടിലോ അറബി മലയാളം ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അന്നത്തെ നാട്ടുഭാഷ അവര് ഈ ഭാഷയായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അപ്പോ അവരിവിടുന്ന് കല്യാണം കഴിക്കുന്നു. അപ്പൊ പ്രവാചകന്റെ മുമ്പേ വന്ന ആളുകൾ പ്രവാചകന്റെ കാലത്തും കച്ചവടമായിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഒരു കാലത്ത് അവിടെ നിന്നു പോകുന്നില്ല. അങ്ങനെ വരുന്ന കച്ചവട സംഘത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ഇസ്ലാം അറിയാമായിരുന്നു. ഇനി ഒരു പുതിയ വാദവും കൂടി ഞാൻ പറയാം. നമ്മൾ മാലിക് ബിൻ ദിനാറാണ് ഈ പള്ളികൾ അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് 10 പള്ളികൾ സ്ഥാപിച്ചത് എന്ന് പറയുമ്പോഴും അതിനു മുമ്പ് പള്ളികൾ ഉണ്ടായിരുന്നു എന്ന പഠനങ്ങളും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്ന 10 പള്ളികൾ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഞാൻ ഒന്ന് വായിക്കാം. ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 10 പള്ളികളിലെയും ഇമാമുമാരെ കുറിച്ചും ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ 10 പള്ളികള് എന്താ പറയാ, ഈ 10 പള്ളികള് ആ കൃതിയിൽ പറയുന്ന ഒന്ന് കൊടുങ്ങല്ലൂർ പള്ളിയാണ്. കൊടുങ്ങല്ലൂർ പള്ളി നമുക്കൊന്നും ആർക്കും തർക്കമില്ല, അത് പ്രവാചകന്റെ കാലത്ത് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത്. പ്രവാചകന്റെ കാലത്ത് എന്നല്ല, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തായിരുന്നു. കാരണം ഹിജ്റ 642 എന്ന് പറയുമ്പോ പ്രവാചകന്റെ ഒരു കാലഘട്ടം നമുക്കറിയാം 570 മുതൽ 632 വരെയാണ് AD പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം. അപ്പോ കൊടുങ്ങല്ലൂരെ പള്ളി ഹിജ്റ 28 റജബ് 11 തിങ്കളാഴ്ചയാണ് നിർമ്മിക്കുന്നത്. അവിടെ കാളിയായിട്ട് നിയമിക്കുന്നത് മുഹമ്മദ് ഇബ്നു മാലിക് ഇബ്നു ഹബീബുൽ അൻസാരിയെയാണ് കാളിയായിട്ട് നിയമിക്കുന്നത്. രണ്ടാമത്തെ ഒരു പള്ളി തെക്കൻ കൊല്ലത്തുള്ള ഒരു പള്ളിയാണ്. അത് ഹിജ്റ 21 റമദാൻ 27 വെള്ളിയാഴ്ചയാണ് നിർമ്മിക്കുന്നത്. കാളിയായി നിശ്ചയിക്കപ്പെട്ടത് ഹസൻ ഇബ്നു മാലിക് ഇബ്നു ഹബീബുൽ അൻസാരിയാണ്. അതേപോലെ മറ്റൊരു പള്ളി ഏഴിമല മടായി പള്ളിയാണ്. നിർമ്മാണം ഹിജ്റ 21 ദുൽഹജ്ജ് 10 കാളി അബ്ദുറഹ്മാൻ ഇബ്നു മാലിക് ഇബ്നു ഹബീബുൽ അൻസാരി. നാലാമത്തെ ഒരു പള്ളി ബർക്കൂറിലുള്ള കർണാടകയിലുള്ള ഒരു പള്ളിയാണ്. അവിടെ അതും ഹിജ്റ 22 റബീഉൽ അവ്വൽ മാസത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ മംഗലാപുരത്തുള്ള ഒരു പള്ളി ഹിജ്റ 22 ജമാഅത്തുൽ 27 അത് നിർമ്മിക്കപ്പെടുന്നത്. കാളി മൂസൽ മാലിക് ഇബ്നു ഹബീബുൽ അൻസാരി. കാസർഗോഡിൽ തളങ്കര പള്ളി ഇത് നിർമ്മിക്കുന്നത് ഹിജ്റ 22 റജബ് 18 തിങ്കൾ. കാളിയായി നിയമിക്കപ്പെട്ടത് ഇബ്നു മാലിക് ഇബ്നു മുഹമ്മദ് ഇബ്നു മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ ശ്രീകണ്ഠപുരം മസ്ജിദ്, ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല. അതേപോലെ ധർമ്മടം പള്ളി, കൊയിലാണ്ടി പള്ളി, അതേപോലെ തന്നെ ചാലിയം പള്ളി, അതേപോലെ ഇങ്ങനെ ഈ 10 പള്ളികളാണ് ആദ്യ ഈ സംഘം നിർമ്മിച്ച പള്ളികളായിട്ട് പറയുന്നത്. അപ്പോ മടായിൽ നിന്ന് അവിടുത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയ ലിഖിതത്തിൽ ഹിജ്റ 5 എന്നൊക്കെ കാണുന്നുണ്ട്. ഹിജ്റ സനത 50 എന്ന് എഴുതിയ വേറെയും ലിഖിതങ്ങളുണ്ട്. അപ്പോ ഈ അതെങ്ങനെ വന്നു എന്ന ഒരു വൈരുദ്ധ്യമായിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് പറയപ്പെടുന്ന ഒരു ഉത്തരം, ഇപ്പൊ പുതിയ ഗവേഷകർ പറയുന്ന ഒരു ഉത്തരം, പ്രവാചകൻ ഈ സംഘം വരുന്നതിന് മുമ്പ് തന്നെ അറബികൾ കേരളത്തിൽ വരുന്നുണ്ട്. അറബികൾ തദ്ദേശവാസികളുമായി കല്യാണ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് അവരിൽ നിന്ന് സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ എന്താ പറയാ, മുസ്ലിങ്ങൾ അതിന് മുമ്പേ എത്തിയിട്ടുണ്ടാവാം. അവര് നിർമ്മിച്ച ചെറിയ പള്ളികൾ ഉണ്ടാവാം. ആ പള്ളി ഒരുപക്ഷെ പുതുക്കി പണിതതായിരിക്കാം ഈ 10 പള്ളികളിൽ ചിലത്.
അതുകൊണ്ടായിരിക്കാം അതിൽ ഹിജ്റ 5 എന്ന് കാണുന്നത് എന്നൊക്കെ പുതിയ അനുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഖണ്ഡിതമായ ഉത്തരങ്ങളല്ല. ഇതേ സമയം തന്നെ ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതിയിൽ, ആ കൃതിയുടെ പേര് രഹിലത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന സുഹ്റവർദിയുടെ കൃതിയില് വേറെ ചില പള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. പൗരാണികമായ പള്ളികൾ, അതേ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ 10 പള്ളികളല്ലാത്ത പള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് പിന്നെ ചോമ്പാൽ, മാഹി, പെരിങ്ങാടി, താനൂര്, പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം, പൂവാർ, കായൽപട്ടണം തമിഴ്നാട്ടിലാണ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള പള്ളികളെ കുറിച്ച് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് MTS നാരായണന്റെ ഈ വാദം അർത്ഥത്തിലൊക്കെ തന്നെ പൊളിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മുസ്ലിങ്ങൾ വന്നത് എന്ന വാദഗതിയെ പൊളിക്കുന്നതാണ് ഈ പള്ളികളുമായി ബന്ധപ്പെട്ട് കിട്ടിയ ലിഖിതങ്ങളും അതുപോലെ തന്നെ കുറച്ചും കൂടെ മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പൗരാണിക കൃതികളും. ഇപ്പോ നമുക്കറിയാം, കേരളത്തെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക ചരിത്രരേഖ എന്ന് പറയാവുന്ന കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം അറബിയിൽ രചിച്ച തൂഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി. ആ കൃതിയുടെ പേരിന്റെ അർത്ഥം പോരാളികൾക്ക് ഒരു സമ്മാനം എന്നാണ്. തൂഫത്തുൽ മുജാഹിദീൻ എന്ന വാക്കിന്റെ അർത്ഥം. ആ കൃതിയിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ, അത് 16-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെടുന്നത്, ആ കൃതിയുടെ 1-ാമത്തെ അധ്യായത്തിൽ കേരളത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തെ കുറിച്ച് പറയുന്നത്, ഇവിടെ തന്നെയുള്ള ജനസമൂഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ചും 4-ാമത്തെ അധ്യായത്തിൽ അവർക്കെതിരെ പോരാടേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനത്തെ അധ്യായത്തിൽ പോരാട്ടത്തെ കുറിച്ച്, അനീതിക്കെതിരെ, അക്രമികൾക്കെതിരെ പോരാടേണ്ടതിന്റെ, ജിഹാദ് ചെയ്യേണ്ടതിന്റെ, ധർമ്മസമരം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചാണ് ആ കൃതിയുടെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് രചിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ രചന എന്ന അർത്ഥത്തിൽ പറയാവുന്ന ആദ്യത്തെ കൃതിയാണ് തൂഫത്തുൽ മുജാഹിദീൻ. നമുക്ക് വേറെ ചില കൃതികളുണ്ട്. നമുക്കറിയാം, മലയാളികളുടെ ഒരു പ്രശ്നം, നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളേ ഇല്ല. നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഏറെയും മിത്തുകളെയും കെട്ടുകഥകളെയും പൊലിപ്പിച്ച് കാണിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മഹർഷിമാർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആളുകൾക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ഒക്കെ ഗ്രീക്കിലും മറ്റും ജീവിച്ച കാലത്ത് തന്നെയായിരിക്കാം ഇവിടെ പല മഹർഷിമാരും ജീവിച്ചത്. പക്ഷെ അവർക്കൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. അങ്ങനെ രീതി നമുക്കില്ല. കെട്ടുകഥകളുടെ ഒരു ആവരണത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചരിത്രം എന്നതുപോലെ ഇപ്പൊ തിരുത്തപ്പെടുന്ന ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചരിത്രം അപൂർണമാണ്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം പോലും, സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും നമ്മൾ ആരംഭിക്കുന്നത് കുറെ ഇപ്പുറത്ത് വെച്ചാണ്. എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ പറയേണ്ട ഒരു പേര്, സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയും, ഞാൻ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട അധ്യായങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കെല്ലാം പരിചിതമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ കൃതിയാണ് തഹ്രീറു അഹ്ലുൽ ഈമാനി അലാ അബദത്തിൽ സ്വൽബാനി എന്ന് പറയുന്ന കൃതി. ആ കൃതി, അതില് അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ജിഹാദിനെ കുറിച്ച് ഇസ്ലാം ധാരാളം പറയുന്നുണ്ട്, ധർമ്മസമരത്തെ കുറിച്ച്. അങ്ങനെ സമരം ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരി മുമ്പിലുണ്ടാവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൃതിയിൽ അമുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണെങ്കിലും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി അധിനിവേശ ശക്തികൾക്കെതിരെ പൊരുതൽ പുണ്യകരമായ ജിഹാദാണ്, അല്ലെങ്കിൽ ധർമ്മസമരമാണ്, കൂലിയുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതേണ്ടത് അനിവാര്യമാണ്, അത് മതത്തിന്റെ, വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തൂഫത്തുൽ മുജാഹിദീൻ എഴുതിയത് 2-ാമനാണ്. ഇദ്ദേഹം നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി പരിചിതനാണ്. ഇദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പുറത്തുപോയി, ഇന്ത്യക്ക് പുറത്തുപോയി വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആദ്യത്തെ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമനും 2-ാമനും ഒക്കെ ആയിരിക്കണം. കാരണം അവര് മക്കയിലും അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അക്കാലത്ത് തന്നെ പോയി പഠിക്കുന്നുണ്ട്. അവിടെയുള്ള പണ്ഡിതന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്.
നമ്മുടെ പൊന്നാനിയിലേക്ക്. പൊന്നാനി അക്കാലത്തെ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തഹ്‌ലീലു അഹ്ലുൽ ഈമാനി അലാ അബദത്തി സുൽത്താനി എന്ന ഈ കൃതിയിൽ അദ്ദേഹം അധിനിവേശത്തിനെതിരെ പൊരുതാനാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഒന്നാമതായി പറയേണ്ട പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. അധിനിവേശത്തിനെതിരെ കൃത്യമായി ഗ്രന്ഥം എഴുതിയിട്ടുള്ള വ്യക്തി. ഒരുപക്ഷെ ലോകത്ത് തന്നെ അധിനിവേശ ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതുവാൻ ആഹ്വാനം ചെയ്യുന്ന ആദ്യത്തെ ഒരു കൃതിയും ഇത് തന്നെയായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു കൃതികളുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പിന്നീട് സാമൂതിരിയോടൊപ്പം നിന്നുകൊണ്ട് എന്താ പറയാ പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യാണ്. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മുസ്ലിങ്ങളെ ഒക്കെ തന്നെ സാമൂതിരിയുടെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടും ചരിത്രത്തിൽ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥാപിത ചരിത്രത്തിൽ അല്ലെങ്കിൽ മുഖ്യധാര ചരിത്രത്തിൽ ഈ വിഷയം ഏറെയൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാറില്ല. സൈനുദ്ദീൻ മക്തൂം ഒന്നാമനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമൻ ഞാൻ നേരത്തെ പറഞ്ഞ തൗഫത്തുൽ മുജാഹിദീൻ എഴുതിയാണ്. അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതുന്നതിന് വേണ്ടി വിജാപൂർ സുൽത്താന്റെയും മറ്റും സഹായം അക്കാലത്ത് തന്നെ തേടുന്നുണ്ട്. അതേക്കുറിച്ച് വളരെ ഭംഗിയായി GS നാരായണൻ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ മറ്റു രാജാക്കന്മാരുടെ പോലും പിന്തുണ നേടിക്കൊണ്ട് അധിനിവേശ ശക്തികൾക്കെതിരെ സാമൂതിരിയോടൊപ്പം നിന്നുകൊണ്ട് പൊരുതുവാനാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഒക്കെ ഏറെ പരിചയമുള്ള ഒരു പേരാണ് ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദിനെ നമുക്ക് പരിചയം മുഹീദ്ദീൻ മാലയുടെ കർത്താവ് എന്ന നിലക്കാണ്. കോഴിക്കോട് അടുത്തുള്ള തന്നിൽ പിറന്നവർ ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളവർ എന്ന് മുഹീദ്ദീൻ മാലയിൽ പറയുന്ന ഖാദി മുഹമ്മദ്. അദ്ദേഹത്തിന്റെ ഫതുൽ മുബീൻ ലി സാമൂതിരി ലദി യുഹിബുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന കൃതിയില് സാമൂതിരിയുടെ വിജയത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അദ്ദേഹം ആ കാവ്യത്തിൽ പറയുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതാൻ എന്ന് മാത്രമല്ല, ആ കാവ്യം അദ്ദേഹം സമർപ്പിക്കുന്നത് സാമൂതിരിക്കാണ്. അപ്പൊ ആ രീതി സാമൂതിരിയെ വിശേഷിപ്പിക്കുന്നത് സുൽത്താൻ എന്നാണ് കാവ്യത്തിൽ. ഈ രീതിയിൽ സാമൂതിരിയോട് നമ്മളിപ്പോ മതേതരത്വത്തെ കുറിച്ചൊക്കെ ഇപ്പൊ പറയും. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പുഷ്കലമായ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച സാറ് പറഞ്ഞു കാസർഗോഡ് സൗഹാർദ്ദത്തെ കുറിച്ച്. എനിക്ക് തോന്നുന്നത് ആ സൗഹാർദ്ദത്തിലേക്കായിരിക്കും ഇവരൊക്കെ അക്കാലത്ത് തന്നെ വന്നിട്ടുണ്ടാവുക. ഇപ്പോ നമ്മള് കേരള ചരിത്രം പഠിക്കുമ്പോ, കേരള ചരിത്രം വിലയിരുത്തുമ്പോ, ഇപ്പൊ ഞാൻ പറഞ്ഞു 10 പള്ളികളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു 15 പള്ളി. അപ്പോ അന്ന് നമ്മളെപ്പോഴും ചരിത്രം വായിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ചുകൊണ്ട് ഭൂതകാലത്തെ അളക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും. ഇപ്പോ ഞാൻ എന്റെ ക്ലാസ് റൂമിലൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ കേരളത്തെ കുറിച്ചുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാപ്പ് മായ്ച്ചു കളയണം. കാരണം ഇന്നത്തെ ഒരു കേരളം ഇല്ല. ഒരു 6-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഇന്നത്തെ ഒരു കേരളം ഇല്ല. ആ മറ്റൊരു കാര്യം, അന്നത്തെ ജനസംഖ്യയാണ്. ഇന്ന് 3.5 കോടിയാണ് നമ്മുടെ ജനസംഖ്യ. ഒരു 1900-ൽ നമ്മുടെ ജനസംഖ്യ ഒരു 1.5 കോടിയാണെന്ന് കരുതുക. 1.5 കോടിയൊന്നുമില്ല, 1 കോടി ചൂടേ ഉള്ളൂ. 1.5 കോടി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ആ 1.5 കോടിയുടെ പകുതിയേ ഉള്ളൂ, ഒരു 75 ലക്ഷം. അവിടുന്ന് പിന്നെയും നമ്മള് 18-ാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോ ആ എന്താ പറയാ 75 ലക്ഷത്തിന്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ് ഒരു 1000 വർഷം പിന്നിലേക്ക് പോകുമ്പോ 1 ലക്ഷം ആള് പോലും കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ പറയുന്ന ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. അങ്ങനെയുള്ള ഒരു കാലത്ത് കേരളത്തിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ താമസിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും കോസ്റ്റൽ ഏരിയയിൽ കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് ജനങ്ങൾ താമസിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ഈ പരശുരാമന്റെ കഥയിലൊക്കെ തീർച്ചയായിട്ടും അതിൽ ആ മിത്തിൽ ഒരു ചരിത്രാംശമുണ്ട്. കേരളത്തിലേക്ക് വന്ന ആര്യാധിനിവേശത്തെ കുറിച്ചാണ് അതിൽ സൂചിപ്പിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ആര്യന്മാർ കേരളത്തിലേക്ക് വരുന്നു. 12-ാം നൂറ്റാണ്ടോടുകൂടി അവരുടെ ആധിപത്യം ഇവിടെ ഉണ്ടാവുന്നു. അവര് വരുന്ന സമയത്ത് ഇവിടെയുള്ള ചെറുകിട രാജാക്കന്മാരെയൊക്കെ തന്നെ പല വിധത്തിൽ കൊന്നൊടുക്കിക്കൊണ്ട് 64 ഗ്രാമങ്ങളിൽ ബ്രാഹ്മിൺസിനെ കുടിയിരുത്തിയതായിട്ടാണ് ആ ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ജനവാസ കേന്ദ്രങ്ങളാണത്. അവിടെ നിന്ന് കുറച്ചുകൂടെ പിന്നോട്ട് പോകുമ്പോൾ അത്രയും ജനവാസ കേന്ദ്രങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോ അത്രയേറെ ജനങ്ങൾ കുറഞ്ഞൊരു കാലത്ത്, അങ്ങനെയുള്ള ഒരു കാലത്താണ് മുസ്ലിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോ അങ്ങനെ വന്ന മുസ്ലിങ്ങൾ ചെയ്തത് തദ്ദേശീയ സംസ്കാരവുമായി ഇഴകിച്ചേരുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ അറബികൾ പോയ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തദ്ദേശീയ ഭാഷകളെ അവർ ഉൾക്കൊള്ളുന്ന രീതി നമുക്ക് കാണാൻ പറ്റും.
ഇപ്പൊ കേരളത്തിൽ അറബി മലയാളം എന്നൊരു ഭാഷാ രൂപം ഉണ്ടാവാണ്. അറബി മലയാളത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ എം.എൻ. കാരശ്ശേരി അതിനെ നിർവചിക്കുന്നത് പരിഷ്കരിച്ച അറബി ലിപി ഉപയോഗിച്ച് മലയാളം എഴുതുന്ന ലിപി സമ്പ്രദായം എന്നാണ് അറബി മലയാളത്തെ നിർവചിക്കുന്നത്. അതേപോലെ അറബി തമിഴുണ്ട്, അറബി ബംഗാളി ഉണ്ട്, അറബി പഷ്തു ഉണ്ട്, അറബി സ്വാഹിലി ഉണ്ട്. കാരശ്ശേരി മാഷിന്റെ പഠനത്തിൽ പറയുന്നത് അറബി ഇംഗ്ലീഷ് ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ മലയാളത്തെ സക്രിയമായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ലിപി സമ്പ്രദായമാണ് അറബി മലയാളം. കെ അബ്ദുൽ കരീമിനെ പോലുള്ള ഗവേഷകർ പറയുന്നത് 6000-ഓളം പദ്യഗ്രന്ഥങ്ങളും 1200-ലേറെ ഗദ്യഗ്രന്ഥങ്ങളും അറബി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ മുഖ്യധാര മലയാളം എന്ന് നമ്മൾ പറയുന്ന ഗ്രന്ഥങ്ങളോളം അതിലുള്ള സാഹിത്യ കൃതികളോളം തന്നെ അറബി മലയാളത്തിൽ കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സാഹിത്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇത് ഇപ്പോ നമുക്കറിയാം 1865-ലാണ് അറബി മലയാളം ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. അതിനു മുമ്പുള്ള നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോ മൊഹീദ്ദീൻ മാലയാണ് കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൃതി. ഖാദി മുഹമ്മദ് രചിച്ച ആ കൃതി ഒരുപക്ഷെ വാമൊഴിയായി നൂറ്റാണ്ടുകൾ അതിജീവിക്കാനുണ്ടായ ഒരു കാരണം അത് ഖാദിരിയ തരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു കൃതി ആയതുകൊണ്ടുകൂടിയായിരിക്കണം. എന്തു തന്നെയായാലും ഈ അർത്ഥത്തിൽ ഒരു പുതിയ ഭാഷ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ ഭാഷയും സംസ്കാരവും കൊണ്ടുവരുന്നു. നമുക്ക് ഇവിടെ അറബി മലയാളം എന്ന് പറയുന്നത് പോലെ തൊട്ടപ്പുറത്ത് പോകുമ്പോൾ അറബി തമിഴുണ്ട്. അറബി തമിഴ് അറബി മലയാളത്തെക്കാൾ സമ്പന്നമാണ്. ഇങ്ങനെ ഓരോ ദേശത്തും പുതിയൊരു സംസ്കാരത്തിന് അറബികൾ വിത്തിടുകയാണ് ചെയ്തത്. അപ്പോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സമീപകാലത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രം തിരുത്തുക മാത്രമല്ല തമസ്കരണവും നടന്നുകൊണ്ടിരിക്കും. ഇത് മുമ്പും നടന്നിട്ടുണ്ട്. അധികാരമുള്ള ആളുകൾ അധികാരമില്ലാത്ത ആളുകളെ അടിച്ചമർത്തുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് തദ്ദേശീയരായ ജനതയെ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ജനതയെ എന്താ പറയാ പൈശാചികവൽക്കരിച്ച് അവതരിപ്പിക്കുക എന്ന രീതി. ഇപ്പോ നിങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും രാക്ഷസന്മാർ, അസുരന്മാർ എന്നൊക്കെ. ഇത് കുട്ടികളാണെങ്കിൽ ബാലസാഹിത്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വായിക്കുക. കേൾക്കുമ്പോൾ നമുക്ക് ഭീകര രൂപികളാണ്. ഞാൻ എന്റെ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ രാക്ഷസൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന രൂപം, അല്ലെങ്കിൽ അസുരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന രൂപം എന്താണ് എന്ന്. അപ്പൊ അവര് വേഗം പറയും കൊമ്പുള്ള, തേറ്റയുള്ള. ഈ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ആരെയാണ്? തീർച്ചയായിട്ടും തദ്ദേശവാസികളായ ജനതയാണ്. കാരണം ഇപ്പോഴും ഇന്ത്യയിൽ രാക്ഷസന്മാരും അസുരന്മാരും ഉണ്ട്. അവർ SC/ST വിഭാഗത്തിൽപ്പെടുന്ന 2 ജാതികളാണ്. അതേപോലെ വാനരന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാനരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുരങ്ങ് എന്ന് വേഗത്തിൽ അർത്ഥം വെക്കും. വനത്തിൽ താമസിക്കുന്ന നരനാണ്. കാരണം രാമായണത്തിലൊക്കെ അല്ലെങ്കിൽ അതിലൊക്കെ കുരങ്ങ് എന്ന് പരിചയപ്പെടുത്തുന്ന ഈ വാനരന്മാർ സംസാരിക്കുന്നവരാണ്, കല്യാണം കഴിക്കുന്നവരാണ്, അവർക്ക് രാജാക്കന്മാരുണ്ട്, അവർ യുദ്ധത്തിന് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇത് ബാലസാഹിത്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ സംശയിക്കപ്പെടേണ്ടി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് തദ്ദേശീയ ജനതയായിരുന്നു. അവരുടെ മേൽ ആര്യാധിനിവേശം ഉണ്ടായപ്പോ ആര്യാധിനിവേശ ശക്തികൾ ചെയ്തൊരു പരിപാടി തദ്ദേശീയ ജനതയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന മഹാബലി, നീതിമാനായ ചക്രവർത്തി, അതേപോലെ തന്നെ ശിബി ചക്രവർത്തി, ഇവരൊക്കെ അസുരന്മാരാണ്. അതേപോലെ തന്നെ മഹാഭാരതത്തിലൊക്കെ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന മഹാശില്പിയായ മയാസുരൻ അസുരനാണ്. അതേപോലെ തന്നെ ശുക്രാചാര്യർ, വലിയ പണ്ഡിതനായ ശുക്രാചാര്യർ അസുരനാണ്. അപ്പൊ പണ്ഡിതന്മാരും ശില്പികളും നീതിമാന്മാരുമായ ഭരണാധികാരികളുള്ള ഒരു ജനതയെ നമ്മൾ നാഗരിക ജനത എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് അവർ വളരെ ഭീകരന്മാരാണ്, അവർ എവിടെ കണ്ടാലും കൊല്ലണം എന്ന രീതിയിലാണ്. അങ്ങനെയാണല്ലോ ഇതിഹാസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു ഇന്ദ്രൻ എന്ന ദേവന്റെ ഒരു പര്യായം തന്നെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ വരുന്ന പുരേന്ദ്രൻ എന്നാണ്. ഏത് ആവാസ വ്യവസ്ഥയാണ് നശിപ്പിച്ചത്? ഇപ്പൊ നമുക്ക് വ്യക്തമാണ്. 920 ശേഷം മോഹൻജദാരോയിലും ഹാരപ്പയിലും ലോത്താളിലും മറ്റും വലിയൊരു നാഗരികത നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തിയതോടുകൂടി ഏത് നാഗരികതയാണ് നശിപ്പിച്ചത് എന്ന് നമുക്കിത് വ്യക്തമാണ്. അങ്ങനെ ചരിത്രത്തിൽ നശിപ്പിക്കപ്പെട്ട, അപരവൽക്കരിക്കപ്പെട്ട നിരവധി ജനസമൂഹങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു കാലത്ത് ബുദ്ധമതം വളരെ ശക്തമായിരുന്നു. ബുദ്ധമതത്തിന് ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ധാരാളം വിശ്വാസങ്ങളും മറ്റും കേരളത്തിൽ നിലനിന്നിരുന്നു. ഇപ്പൊ ബുദ്ധമതം ഇവിടെ കേരളത്തിൽ ബുദ്ധമതം ഉണ്ടോ? എന്താ സംഭവിച്ചത്? ബുദ്ധമതമില്ല, പാലി ഭാഷയില്ല, എല്ലാം അപ്രത്യക്ഷമായി. അതുകൊണ്ട് കേരളത്തിൽ നമ്മുടെ ഹെജിമോണിക് നമ്മൾ പറയുന്ന മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം എല്ലാ കാലത്തും വർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ കീഴിലുള്ള ജനതയെ അടിച്ചമർത്തിയും അപരവൽക്കരിച്ചും
നിഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ഇപ്പോഴും അതിനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൗരത്വ പ്രശ്നം അത് കെട്ടടങ്ങി എന്നൊന്നും നമ്മൾ കരുതേണ്ട, അത് വരും. അപ്പൊ അക്കാലത്ത് ചരിത്രം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണകൂടം ചെയ്യുന്നത് ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തുന്നത്. അതിനുവേണ്ടി അവർ ഔദ്യോഗിക ചരിത്ര കൗൺസിലുകൾ ഉപയോഗിക്കുന്നു. യൂണിവേഴ്സിറ്റികളിലൂടെ പാഠ്യപുസ്തകങ്ങളിലൂടെ പുതിയ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ചരിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാജാക്കന്മാർ മുമ്പിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരല്ല ശത്രു എന്നും പകരം ട്രെയിനിന്റെ സമയത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ പുതിയ ഒരു പ്രവണത എന്ന് വെച്ചാൽ ചരിത്രം മുഴുവൻ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുതിയ എല്ലാം നമ്മൾ ഏറ്റെടുക്കുകയാണ്. പുതിയ രീതി അങ്ങനെയാണ്. ഇപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേര് പറയാം, ഷേക്സ്പിയർ. ഒരു സംശയവുമില്ല, ഇംഗ്ലീഷിന്റെ വലിയ സാഹിത്യകാരനാണ്. പി.എൻ. ഓക്ക് എന്ന ഇന്ത്യൻ ചരിത്രകാരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പി.എൻ. ഓക്ക്, അദ്ദേഹം പറയുന്നത് ശേഷപ്പ അയ്യർ എന്നായിരുന്നു പി.എൻ. ഓക്കിന്റെ ഷേക്സ്പിയറിന്റെ യഥാർത്ഥ പേര് എന്നാണ്. ഇത് നമ്മൾ ആദ്യം കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷെ ഇപ്പൊ പല സ്റ്റേജിലും ടെക്സ്റ്റ് ബുക്കിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാഭാരത രാമായണ രാമായണത്തിലൊന്നും നമുക്കൊരു ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പി.എൻ. ഓക്ക് പറയുന്നത് മഹാഭാരത യുദ്ധം നടന്നത് BC 5530 ഡിസംബർ മാസത്തിലാണ് ആരംഭിച്ചത്. ഇങ്ങനെ എല്ലാറ്റിലും ചരിത്രത്തിൽ ഡേറ്റ് കണ്ടെത്തുക. ഞാൻ MGS നാരായണൻ മുമ്പ് നമ്മുടെ ചരിത്ര കൗൺസിലിന്റെ ഹെഡായി. അദ്ദേഹം ഒരു സംഘപരിവാറിന്റെ ആളൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ വാദഗതി പോലും അദ്ദേഹത്തിൻ്റെതായ എവിഡൻസ് വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാദമാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം എന്നോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് എന്താണ് മുരളി മനോഹർ ജോഷി ആവശ്യപ്പെട്ടത് എന്നൊരു ഞാൻ ചോദിച്ചു. മുമ്പ് എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് MGS നാരായണൻ. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ആദിശങ്കരന്റെ പീരീഡ് 6-ാം നൂറ്റാണ്ടിന്റെ അപ്പുറത്താക്കി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അതത്ര എളുപ്പമാണോ? ഒരു വലിയ ചരിത്ര പുരുഷന്റെ ചരിത്രകാലം മാറ്റി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയേണ്ടായി. അപ്പൊ ഈ രീതിയിൽ ചരിത്രത്തിൽ വലിയ തിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചരിത്ര സെമിനാറുകൾ എന്നത് നമ്മൾ ഒരു ഉറൂസിന് മാത്രമല്ല, നിരന്തരം നടത്തുകയും നിരന്തരം എന്താ പറയാ, നമ്മൾ ചരിത്രം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയും അതിന്റെ ഒപ്പം നല്ല ചരിത്ര രചനകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മിലൻ കുന്ദേരയുടെ വാചകങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ, മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരമാണ് ചരിത്രം എന്ന വാക്യത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിയൊക്കെ വന്നിരുന്നു. പക്ഷെ എന്റെ ട്രെയിന് 5:30 മണിക്കാണെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് രക്ഷയില്ല, ഞാൻ കുടുംബം. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. 2ാം തവണ വന്നപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ തുടക്കത്തിലുള്ള ആ ഒരു സംഭവം പറഞ്ഞു. ഏതായാലും ഇനിയുള്ള വർഷങ്ങളിലും വരാൻ ശ്രമിക്കാം ഒരു കേൾവിക്കാരനായെങ്കിലും. കാരണം മാലിക് ബിൻ ദീനാറിന്റെ ചരിത്രം എന്നത് നമ്മൾ ധീരമായി പറയേണ്ട ഒരു ചരിത്രം തന്നെയാണ്. അത് നമ്മുടെ അടിവേരാണ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു മൂലധനം എന്ന് നമുക്ക് പറയാം. ആ അർത്ഥത്തിലുള്ള നമ്മുടെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയാവുന്ന ഈ ചരിത്രം നാം അതിന്റെ വസ്തുനിഷ്ഠമായ രൂപത്തിൽ അവതരിപ്പിക്കുവാനുള്ള നല്ല ഗ്രന്ഥങ്ങളും ഇവിടെ നിന്ന് ഉണ്ടാക്കുവാനുള്ള രചിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ സംസാരിക്കുവാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകരോടുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.